നമ്മളിപ്പം ഒരു സുഹൃത്തുണ്ട്, ഒപ്പം വർക്ക് ചെയ്തവരുണ്ട്, പാട്ടുകാരുണ്ട്. ഇനി കടന്നു വരുന്നത് ഒരു ഗാന രചയിതാവാണ്. ഒരുപാട് മനോഹരമായ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ജയേട്ടന്റെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള രചയിതാവാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലിറിസിസ്റ്റ് രാജീവ് ആലിംഗൻ. രാജീവേട്ടാ, നമസ്കാരം. നമസ്കാരം. രാജീവേട്ടൻ, എനിക്കൊന്നും ഒരു 100 പാട്ടെങ്കിലും ജേട്ടന്റെ ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും ഒക്കെ ആയിട്ട് 100-ലേറെ പാട്ടുണ്ട്. 100-ലധികം പാട്ടുകളുണ്ട്. ഏതായിരുന്നു ആദ്യം ഓർമ്മയുണ്ടോ? 1999 അത് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചാണ്. അയ്യപ്പ ഗാനമാണ്. ജോണി സാഗരിയാണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പം ഞാൻ അതുവരെ ജേട്ടനെ കണ്ടിട്ടില്ല. ഇങ്ങനെ വല്ലാതെ എൻ്റെ അച്ഛൻ ഒരുപാട് അന്ധമായിട്ട് ഇങ്ങനെ ആരാധിച്ചിട്ട് യേശുദാസിന്റെ പാട്ടിനേക്കാൾ കൂടുതൽ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിന്റെ റെക്കോർഡിങ്ങിന് പോകുമ്പോഴത്തേക്ക് അച്ഛൻ വല്ലാതെ സന്തോഷിച്ച ദിവസം. കാര്യം ജയനത്തിനെ കാണാൻ പോകണല്ലോ ഞാൻ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മുകളിലേക്ക് റിയാൻ സ്റ്റുഡിയോയുടെ താഴെ തന്നെ ഒരു ദോശക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ദോശ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ദോശ കഴിച്ചെന്ന് പറഞ്ഞു. ഞാൻ പാട്ടെഴുത്തുകാരനാണ്, എൻ്റെ 10 പാട്ടാണ് ഇന്നും നാളെയായിട്ട് പാടുന്നതെന്ന് അറിയാൻ പാടില്ലാതെ തന്നെ ഇദ്ദേഹം ഏത് തരത്തിലുള്ള ദോശ, എങ്ങനെ, അത് നമ്മൾ പിന്നെ വലിയ ദോശയാണോ അത് ചെറിയ ദോശ, ഈ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടോ അറ്റം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ റെക്കോർഡിസ്റ്റ് ഫ്രാൻസിസ് സാറ് എന്നോട് പറഞ്ഞു, അല്ല നിങ്ങൾ ഒന്നും പരിചയമില്ലെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ വലിയ കൂട്ടാണല്ലേ എന്ന് പറഞ്ഞു. എന്നോട് ഇത് തന്നെ സംസാരിച്ചിട്ട് പിന്നെ അവിടെ നിൽക്ക് കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ സംസാരിച്ചിട്ടിരിക്കും. അതാണ് ദോശയിലൂടെയാണ് ബന്ധം തുടങ്ങുന്നത്. അതെ അതെ. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് സംസാരിച്ചു. ഇങ്ങനെ പാട്ടൊക്കെ പാടി ഫോട്ടോ എടുത്തു. മ്യൂസിക് അത് ഉദയൻ ചേട്ടൻ. പക്ഷെ ഒരു ആത്മബന്ധം തുടങ്ങിയത് അവിടെ വെച്ചല്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ചെന്നൈയിൽ പോയി. പിന്നെ ചിത്ര ചേച്ചിയുടെ ഓണപ്പാട്ട്. അപ്പോൾ ഈ ഓണപ്പാട്ടിന് ഒരുപാട് ഇതുണ്ടല്ലോ, പലതരം വകഭേദങ്ങളുണ്ട്. പ്രണയം, ഒരു ദുഃഖഗാനം, ഓണപ്രണയം, ഓണദുഃഖം, അതെ, ഒരു വള്ളപ്പാട്ട്, അങ്ങനെ ഓരോ പാട്ട്. അപ്പോൾ അതിലൊരു ദുഃഖഗാനം എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്നിങ്ങനെ അപ്പം തോന്നി, ഇങ്ങനെ പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീര് പെയ്യുന്ന കോലായിൽ എന്നുടെ ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം, ഓണനിലാവ് പോൽ ദീപ്തം. അപ്പം ഇതിങ്ങനെ ഇങ്ങനെ എഴുതിയിട്ട് ആദ്യം ചേച്ചി പാടി, ചിത്ര ചേച്ചി പാടി. പിറ്റേ ദിവസം രാവിലെ വരുവാണ്. അപ്പോൾ ഈ അടുത്തിരിക്കുന്ന രഘുകുമാർ സാറിൻ്റെ പാട്ടുകളോ അദ്ദേഹത്തിൻ്റെ മഹത്വം ഒന്നും അറിയാൻ പാടില്ലാത്തൊരു പ്രായമാണ് എൻ്റെ. ഇദ്ദേഹം ഇരുന്ന് ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നു, ഞാൻ അടുത്തിരിക്കുന്നു. വന്നു ആരൂ എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായി. ഈ പാട്ട് കേട്ടു ഉടനെ കരച്ചിൽ തുടങ്ങി. സങ്കടപ്പെടുന്നു, ഷോ ഷോ ഓ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാരെഴുതി എന്ന് ചോദിച്ചു. ഇത് കണ്ണദാസം പോലെ എഴുതൂലെന്ന് പറഞ്ഞു. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പാണ്, അൾട്ടിമേറ്റ് ആണ്. അതിനപ്പുറത്ത് ഏറ്റവും താഴെ അല്ലെങ്കിൽ കൊള്ളാം നാളെ അതില്ല. അദ്ദേഹത്തിന്റെ വളരെ കുറച്ച് പാട്ടേ ബൈഹാട്ടുള്ളൂ. മറ്റേ ചെറിയ ബുക്ക് ഇല്ലാത്ത പരിപാടി അദ്ദേഹത്തിന് ഇല്ല. അതും ഒരു പ്രത്യേകതയാണ്. സ്വന്തം പാട്ടുകൾ ബുക്ക് വെച്ച് പാടുകയും മുഹമ്മദ് റാഫി സാഹിബിന്റെ യേശുദാസ് സാറിന്റെ പാട്ടെല്ലാം സ്വന്തം പാട്ടുകള് ബുക്ക് വെച്ച് പാടുന്നതിനൊരു കഥയുണ്ട്. അതെന്താ വെച്ചാല് ഒരു സ്റ്റേജില് നീലഗിരിയുടെ സഖികളെ ആ പാട്ട് പാടുമ്പോ നിന്റെ നീല വാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എന്റെ മുറി കൂടി പണിയിച്ചോട്ടെ എന്ന് പാടി. ഭയങ്കര പ്രശ്നമായി പോയി. കാരണം പിന്നെയാണ് പാടിക്കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് നീല വാർമുടിച്ചു. അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിച്ചു, സാറേ അല്ല ഈ മുടിയുടെ അറ്റത്ത് എന്തുകൊണ്ടാ മുറി പണിയുന്ന, ഇഷ്ടിക കൊണ്ടാണോ കല്ലുകൊണ്ടാണോ? അങ്ങനെ പുള്ളിക്ക് അത് ഒബ്സഷനായി.